എനിക്ക് ദൈവം തന്നത്. എനിക്ക് ആരാധനയ്ക്ക് ഒരു സ്റ്റാറ്റസും വേണ്ട. മീഗളിസത്തെ അന്ന് വെട്ടി, മീഗളിസത്തെ അന്ന് ബന്ധിച്ചു, മീഗളിസത്തെ അന്ന് മാറ്റി. എന്താണ് മീഗളിസം? സ്റ്റാറ്റസ് വിട്ട് ആരാധിക്കാൻ പാടില്ല എന്ന്. ഇന്ന് പകൽ സമയത്ത് ചില മീഗളിസം ആരിലെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി മാറ്റിയിട്ട് ആത്മാവിലൊന്ന് പടപരുതന. അവൻ നിന്നെ കാണുന്നത് മനുഷ്യനല്ല, നിന്നെ കാണുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ബൈബിളിനകത്ത് ഒത്തിരി ഇസങ്ങളുണ്ട്. അതിലൊരു ഇസമാണ് മീഖളിസം. മീഖളിനെ കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. മീഖൾ ദാവീദ് ആരാധിച്ച സമയത്ത് കിളിവാതിൽ കൂടെ നോക്കിയിരുന്ന ഒരു പെൺകുട്ടിയാണ്, അഥവാ ശൗലിൻ്റെ മകളാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആ സമയം മുതൽ മീഖളിൻ്റെ മേൽ മറ്റൊരു ഉത്തരവാദിത്വം കൂടെ കടന്നു വന്നു. എനിക്ക് ഭർത്താവായിട്ട് ലഭിച്ചിരിക്കുന്നത് ഒരാട്ടിടയനെയാണ്. അടുത്ത രാജ്യത്തിലെ രാജകുമാരനല്ല. ആ ചരിത്രം നിങ്ങൾക്കറിയാം, പക്ഷെ ചിലപ്പോൾ അറിയാത്തവരും കാണുമായിരിക്കാം. രാജ്യം വളരെ പ്രതിസന്ധിയുടെ മധ്യത്തിലായിരുന്നപ്പോൾ ശൗലിൻ്റെ കയ്യിൽ നിന്ന് രാജസ്ഥാനം പോകും, രാജ്യം മുഴുവനും ശത്രു പിടിച്ചടക്കും എന്നുള്ളതിൻ്റെ മധ്യത്തിൽ ശൗൽ ഒരു തീരുമാനമെടുത്തു. ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ ഒരാളെ കൊണ്ട് കഴിയുമെങ്കിൽ എൻ്റെ മകളെ ഞാൻ അവന് കൊടുക്കും. ഒരു വിധത്തിൽ നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം രാജ്യത്തിനോടുള്ള സ്നേഹം. എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. ആ സമയത്തിൽ ആട്ടിടനായിരുന്ന ദാവീദ് ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തനായിരുന്നു. പുലി വന്നപ്പോൾ, കടുവ വന്നപ്പോൾ, സിംഹം വന്നപ്പോഴൊക്കെ ആടുകൾക്ക് വേണ്ടിയിട്ട് സ്വജീവനെ തന്നെ കൊടുക്കാൻ വില്ലിങ്ങായ ഒരു മനുഷ്യനാണ്. എൻ്റെ അപ്പൻ്റെ ആടുകളാ, എനിക്ക് അതിനെക്കുറിച്ച് ഉത്തരവാദിത്തമില്ല എന്നവൻ പറഞ്ഞു മാറിയില്ല. എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുക, ഞാനത് വളരെ വിശ്വസ്തയോടുകൂടി തന്നെ ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി താൻ അതിൽ വിശ്വസ്തത ആചരിച്ചു. ദൈവം ഇത് നോക്കുകയായിരുന്നു. ദൈവം ഇത് നോക്കിയപ്പോൾ ഇവൻ വിശ്വസ്തനാണ്, അങ്ങനെയാണെങ്കിൽ ഇവനെ വലിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാം. സാധാരണ ഒരു ആട്ടിടയനായിട്ട് മാറ്റിയപ്പോൾ ആ ജോലിയിലും വിശ്വസ്തത ആചരിച്ചുവെങ്കിൽ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഇവൻ അതുപോലെ ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇവനെ ഏലാ താഴ്വരയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ജ്യേഷ്ഠൻ്റെ വിശേഷങ്ങൾ തിരക്കാനും അവിടെയുള്ളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാനുമായിട്ട് ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു സാധാരണ ബോയിയായിട്ട് അവനെ പറഞ്ഞു വിടുന്നു. അവൻ അവിടെ ചെല്ലുന്ന സമയത്തിലാണ് ഇങ്ങനെ ഒരു വെല്ലുവിളി കേൾക്കുന്നത്. മകളെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമല്ല, മീഖളിനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമൊന്നുമല്ല. അവൻ വിശ്വസിച്ച ദൈവത്തെ വേറൊരാൾ പരിഹസിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ അകത്തുള്ളിരിക്കുന്ന ആത്മാവിന് വെറുതെ ഇരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പനെ മറന്ന്, ചേട്ടന്മാരെ മറന്ന്, രാജാവിനെ മറന്ന്, പരിസരം മറന്ന്, മുഴുവനും മറന്നിട്ട് അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് അവനങ്ങ് തീരുമാനിച്ചു. അത് വേറെ ആരുമല്ല, അവൻ്റെ അകത്തളത്തിലിരിക്കുന്ന ആത്മാവങ്ങ് തീരുമാനിച്ചു അവനിട്ട് ഒരെണ്ണം കൊടുക്കണം. ദാവീദ്, നിന്റെ കൈയെ ഞാൻ എൻ്റെ കൈയാക്കി മാറ്റാൻ പോവുകയാണ്, നിന്റെ കണ്ണിനെ എൻ്റെ കണ്ണാക്കി ഞാൻ മാറ്റാൻ പോവുകയാണ്, നിന്റെ ശരീരത്തെ എൻ്റെ ശരീരമാക്കി മാറ്റുവാനായിട്ട് ഞാൻ പോവുകയാണെന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു. ദാവീദിന്റെ ശരീരത്തെ സ്വർഗം അങ്ങ് കയ്യിലെടുത്തോ. ആ ശരീരം ഉപയോഗിച്ച്, ആ കൈ ഉപയോഗിച്ച് ലക്ഷ്യം തെറ്റാതെ വണ്ണം മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ അടിച്ചു തകർത്ത സമയത്തിലേക്ക് ശൗൽ ഒന്ന് പറഞ്ഞിരുന്നു, ആര് ഈ രാജ്യത്തെ രക്ഷിക്കുന്നു, ഈ രാക്ഷസനെ ആര് കൊല്ലുന്നുവോ അവന് എൻ്റെ മകളെ ഞാൻ കൊടുക്കുമെന്നുള്ളത്. ദാവീദ് അത് ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ശൗൽ വാക്ക് പാലിച്ചു, സ്വന്തം മകളെ ദാവീദിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. പക്ഷെ പെൺകുട്ടിക്ക് വലിയ ശീലമൊന്നുമില്ല. കാരണം അവൾ ജനിച്ച അന്ന് മുതൽ വലിയ പദവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ അംഗീകാരങ്ങളാണ്. എവിടെ പോയാലും, ആരുടത്ത് സംസാരിച്ചാലും എവിടെയും ഒരു രാജകുമാരി എന്നുള്ള സ്ഥാനമാനം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ തീരുമാനിച്ചു, ഞാനൊരു ആട്ടിടയനെ വിവാഹം കഴിക്കുക, ഞാനൊരു സാധാരണ സമൂഹത്തിൽ താണു കിടക്കുന്ന ഒരുവനെ വിവാഹം കഴിക്കുക. എൻ്റെ ആദ്യത്തെ ജോലി എന്താണ്, നമുക്ക് സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് എന്ന് ഇവനെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം. ഇവനെ മീൻസ് ഹസ്ബൻഡിന് കുറേ ട്രെയിനിങ് കൊടുക്കണം. എൻ്റെ ഹസ്ബൻഡിനെ നല്ലൊരു ഹസ്ബൻഡാക്കി മാറ്റിയെടുക്കണം. അദ്ദേഹത്തിൻ്റെ പോക്കത്ര ശരിയല്ല. ഈ കാട്ടിൽ കിടന്നുള്ള മൃഗങ്ങളുടെ ഇടയിൽ കിടന്നുള്ള സാധാരണ പഞ്ഞിനൂലങ്കി ധരിച്ചു കൊണ്ടിരുന്ന സാധാരണ വേലക്കാരുടെയും കൂലിക്കാരുടെയും ജോലിക്കാരുടെയും കൂലി വേലക്കാരന്മാരുടെ ഇടയിൽ കിടന്നുള്ള കൾച്ചർ ഒന്ന് മാറണം. ഈ കൾച്ചർ രാജകൊട്ടാരത്തിൽ പറ്റത്തില്ല. നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ, സ്റ്റാറ്റസ് വിട്ട് കളിക്കാൻ പാടില്ല. അത് അവളുടെ വലിയൊരു യജ്ഞമായിരുന്നു.
എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം. രാജകുമാരനായിരിക്കേണ്ടുന്ന വ്യക്തിയാണ്. രാജകൊട്ടാരത്തിലെ മീഖളിന്റെ ഭർത്താവാണ് നിങ്ങൾ. ഇതൊരിക്കലും വിട്ടുമാറരുത്. ഇങ്ങനെ പല കാര്യാദികളും അവൾ ഇൻഡയറക്റ്റായും ഡയറക്റ്റായും ശരിയാക്കി എടുത്തപ്പോൾ ഏറ്റവും ഒടുവിൽ അവൾക്ക് വന്നൊരു വലിയ ചലഞ്ച് ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധന ശരിയല്ല. സ്റ്റാറ്റസ് വിട്ട് ആരാധിക്കരുത്. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമുക്ക്. സ്റ്റാൻഡേർഡ് വിട്ട് ഡ്രസ്സും ധരിക്കരുത്. എപ്പോഴും രാജവസ്ത്രമായിരിക്കണം. എവിടെ ഇറങ്ങിയാലും അടുത്ത രാജാവാണ്. അവൻ്റെ അപ്പം മരിച്ചാൽ അടുത്ത സ്ഥാനമാണ്. അതുകൊണ്ട് ആകയാൽ വസ്ത്രധാരണം കറക്റ്റായിരിക്കണം, ഭക്ഷണം കറക്റ്റായിരിക്കണം, അതോടൊപ്പം ഡ്രസ് കോഡെല്ലാം കറക്റ്റായിരിക്കണം. ആരാധിക്കുന്നത് പണ്ടത്തെ ആരാധന ആട്ടിടേൻ്റെ ആരാധനയാണ്. പണ്ടത്തെ ആരാധന ഈശായുടെ ഇളയ മക്കൾ ആർക്കും വേണ്ടാത്ത ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത രീതിയിലുള്ള ആരാധന. അതിനി മാറണം. ആ ശൈലിയൊന്നും പറ്റൂല എന്നേ. ഇനി നമ്മൾ ആരാധിച്ച നമ്മുടെ ശരീരമൊന്നും അനങ്ങാൻ പാടില്ല. നമ്മൾ ആരാധിച്ച നമ്മുടെ മുഖഭാവം ഒന്നും മാറാൻ പാടില്ല. ഞാനൊരു രാജാവാണ്, ഇങ്ങനെ വേണം തലയാട്ടിക്കോ, കുഴപ്പമില്ല, വേണമെങ്കിൽ ഇങ്ങനെയാകാം. പക്ഷെ അതിനപ്പുറത്ത് ഭർത്താവെ നിങ്ങൾ ആരാധിക്കരുത്. പക്ഷേ പുള്ളിക്കാരൻ ഈ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ കൂടിയപ്പോൾ പുള്ളിക്കൊരു കത്തലും വെപ്രാളവും വിരവേശവും വേവലാതിയും തുടങ്ങി. രാജവസ്ത്രം എല്ലായിടത്ത് മാറ്റിയിട്ട് പഞ്ഞു നൂലാക്കി പണ്ടത്തെ വസ്ത്രം എടുത്തോട്ട് അവൻ ചാടാൻ തുടങ്ങി. ആമേൻ. അവൻ ചാടാൻ തുടങ്ങിയവൻ പുള്ളിക്കാരത്ത് മേളിൽ ഇരുന്നോണ്ട് നോക്കണം. ഇങ്ങനെ ഈ മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടൂല. നല്ലത് പറഞ്ഞു കൊടുത്താൽ ഇതിങ്ങനെ ചെയ്യുള്ളൂ. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിനകത്തിട്ടാലും ഇത് ശരിയാകത്തില്ല എന്ന് പല്ലും ചുണ്ടും കടിച്ചു വെച്ചിട്ട് കണ്ണൊക്കെ ഉരുട്ടി പിടിച്ചിങ്ങനെ നിൽക്കുക. പുള്ളി ആരാധിച്ചപ്പോൾ അനുഗ്രഹം ഭാര്യയ്ക്ക് കൂടെ കിട്ടണമല്ലോ. ഈ ലോകത്തിൽ എല്ലാവർക്കും കിട്ടി. എൻ്റെ ഭാര്യയ്ക്ക് അനുഗ്രഹം കിട്ടാതെ നമ്മളിങ്ങനെയൊക്കെ ആണെങ്കിലും ആള് പാവമാണ്. അവനിങ്ങനെ തുള്ളി 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 ഇങ്ങനെ നേരെ എവിടെ പോയി? ഭാര്യയെ ഒന്ന് അനുഗ്രഹിക്കാം, ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴും മനുഷ്യ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ. ഇസ്രായേലിന്റെ രാജാവ് തന്നെത്താൻ അനാവൃതനാക്കി ഈ ദാസന്മാരുടെയും ദാസിമാരുടെ ഇടയിൽ കിടന്ന് ആരാധിക്കുന്നത് നല്ല ചേല പറഞ്ഞപ്പോ ദാവീദ് പറഞ്ഞു, അതിനെ നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നിന്റെ അപ്പൻ ശൗലാണ് എനിക്ക് രാജസ്ഥാനം തന്നതെന്നാണ് നീ വിചാരിക്കണത്. നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. നിന്റെ അപ്പൻ തന്നതാണോ, നിന്റെ അപ്പനെ ഞാൻ രക്ഷിച്ചതാണോ എന്ന് പറയുന്നതിന് പകരം ഒറ്റ വാക്ക് പറഞ്ഞു, നിന്റെ അപ്പനല്ല എനിക്ക് രാജസ്ഥാനം തന്നത്, എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കണേ. നിങ്ങൾ പുതിയ ആൾക്കാർ ഞാൻ തെറി വിളിച്ചെന്ന് അല്ല, അതിൽ എഴുതിയിട്ടുണ്ടെന്ന് അപ്പനല്ല എന്ന്. എനിക്ക് ദൈവം തന്നത്. എനിക്ക് ആരാധനയ്ക്ക് ഒരു സ്റ്റാറ്റസും വേണ്ട. മീഗളിസത്തെ അന്ന് വെട്ടി, മീഗളിസത്തെ അന്ന് ബന്ധിച്ചു, മീഗളിസത്തെ അന്ന് മാറ്റി. എന്താണ് മീഗളിസം? സ്റ്റാറ്റസ് വിട്ട് ആരാധിക്കാൻ പാടില്ല എന്ന്. ഇന്ന് പകൽ സമയത്ത് ചില മീഗളിസം ആരിലെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി മാറ്റിയിട്ട് ആത്മാവിലൊന്ന് പടപരുതന. അവൻ നിന്നെ കാണുന്നത് മനുഷ്യനല്ല, നിന്നെ കാണുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ കരകളെ അടിച്ച് ആ ദാവീദിനെ പോലെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ നമുക്ക് സ്തുതിക്കാം. ദാവീദെ പോലെ നൃത്തം ഞാൻ ചെയ്യും. ഹല്ലേലൂയ മഹത്വം. ജൂഡബലം ജൂഡബലബലം ബൗഡമനഗനാ സന്താരഗദേ സന്ദേരഗദേ. ഹല്ലേലൂയ മഹത്വം. ഹല്ലേലൂയ. ദാവീദെ പോലെ നൃത്തം ഞാൻ ചെയ്യും. ഹല്ലേലൂയ മഹത്വം. ജൂഡബലം ജൂഡബലബലം താനെന്നു വന്ദിച്ചിടും. ഹല്ലേലൂയ മഹത്വം. ജൂഡേരകനാ ഓ സ്വർഗീയത്തിയാണെന്റെ കുറ്റും നിറച്ചി. ഓ രാജാവിനെന്നും മഹത്വം. ഒന്ന് ചാടണം ചാടിക്കോ. ഓ സ്വർഗീയത്തിയാണെന്റെ കുറ്റും നിറച്ചി. ഓ രാജാവിനെന്നും മഹത്വം. സ്വർഗീയത്തിയാണെന്റെ കുറ്റും നിറച്ചി. ഹല്ലേലൂയ. ഓ രാജാവിനെന്നും മഹത്വം. ജൂഡബലച്ചലകം. ഓ സ്വർഗീയത്തിയാണെന്റെ കുറ്റും നിറച്ചി. ഓ രാജാവിനെന്നും മഹത്വം. ജൂഡേരകദേ സന്ദേരഗദേ. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ല. ഹല്ലേലൂയ മഹത്വം. ഹല്ലേലൂയ. നീ മാത്രം ആരാധിക്കണമെന്നും. ഹല്ലേലൂയ മഹത്വം. പദവികളെ മറന്ന്, സ്ഥാനമാനങ്ങളെ മറന്ന്, അവന്റെ അവകാശങ്ങളും അധികാരങ്ങളെല്ലാം മറന്നു. ഹല്ലേലൂയ മഹത്വം. ഓ നീ
ആരാധിച്ചതുപോലെ നിന്റെ രോഗത്തിലും നിന്റെ കഷ്ടത്തിലും നിന്റെ ബുദ്ധിമുട്ടിലും നിന്റെ കൈത്താകുന്നവന് സ്ഥലം സാഹചര്യങ്ങളെല്ലാം മറന്ന് ഒരുമിച്ച് സകലത്തോടെ നിന്നെ വിളിക്കുന്ന ദൈവത്തെ ഒരുമിച്ച് ശത്രു നിനക്കെതിരെ ഇരുന്നപ്പോൾ പിശാച് നിനക്കെതിരെ വെല്ലുവിളിച്ചപ്പോൾ ആയുധം വർദ്ധിപ്പിച്ച് വിടുവിച്ച ദൈവത്തിന് സന്തോഷത്തോടെ വലിപ്പ ചെറുപ്പമില്ലാതെ പദവികളില്ലാതെ ആ കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കാം. Swargiya